Assalamualaikum, welcome back to my channel. Yes, welcome back. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂറത്തിലാണ്, ഗുജറാത്തിലാണ്. സൂറത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ ബഹളമാണ്. ടെക്സ്റ്റൈൽസ് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ആയിട്ട് ഭയങ്കര വലിയ സംഭവമാണ്. ഞാൻ ഓൾറെഡി എന്താ പറയാ, നമ്മൾ ഈ റെഡിമെയ്ഡ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി സൂറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ടൈമിൽ തന്നെ ഞാൻ ഇവിടുത്തെ ക്ലോത്തിന്റെ കളക്ഷൻ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കിളി പോയിട്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ അതെ, ആ ടൈമിൽ തന്നെ ഇവര് പറയാം ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ ഒന്ന് പോയിട്ട് ഇതെല്ലാം ഒന്ന് കാണുന്നുള്ളത്. അപ്പൊ ഈ കറക്റ്റ് ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇത് കൊണ്ട് പിള്ളേർക്കൊക്കെ ചെറിയ വെക്കേഷനുള്ള ടൈമിൽ തന്നെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, നമ്മളിപ്പോ ഈ നടന്നു വരുന്നതൊക്കെ തന്നെ, അതായത് നമ്മൾ ഈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ എല്ലായിടത്തും കാണാം അജ്മീറ ഫാഷൻ എല്ലായിടത്തും കാണാം. അപ്പൊ ഇവര് ഫസ്റ്റ് തന്നെ എന്റെ അടുത്ത് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് അജ്മീറ ഫാഷനിൽ നമുക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതെ, അങ്ങനെ നമ്മൾ അജ്മീറ ഫാഷനിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ തന്നെ നമുക്ക് അകത്ത് കയറിയിട്ട് ഇതെല്ലാം കാണാൻ വേണം, കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണം, അതുകൂടാണ്ട് നിങ്ങളെയും കാണിക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ എടുക്കാം. യെസ്, നമുക്ക് ആദ്യം പെർമിഷൻ എടുത്തിട്ട് വരാം. യെസ്, വെരി ഹാപ്പി ഗൈസ്. നമ്മുടെ ഉള്ളിൽ കയറി സാറിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തന്നു. സോ അജ്മീറ ഫാഷന്റെ ഓണറെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തത്. ദിസ് ഇസ് അജയ് അജ്മീറ സർ, വെരി ഗുഡ് പേഴ്സൺ. നമ്മൾ വന്ന് ചോദിച്ചപ്പോ തന്നെ നമുക്ക് നല്ല പെർമിഷൻ ഒക്കെ തന്നു. യെസ്, ഫ്രീ ആയി ഷൂട്ട് ചെയ്യാ, ഓർഡർ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. സോ സാറിനൊന്ന് അപ്പൊ സാറിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അല്ലേ? അല്ല സാർ, ഇവിടെ ആയിട്ട് നമ്മള് ആക്ച്വലി എനിക്കും വൈഫിനായിട്ട് ഇതുപോലെ അവർക്കൊക്കെ കുറച്ച് ഐറ്റംസ് നല്ല നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ പർച്ചേസ് കൊടുക്കാന്ന് വിചാരിച്ചു വന്നതാണ്. വീട്ടിൽ നിന്ന് തന്നെ ഭയങ്കര പ്ലാൻ ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ സോൻ വന്നത്. ബേബിനൊക്കെ കുറച്ച് പിഴിയാണ്. എന്തായാലും സോനയുടെ ആനിവേഴ്സറി ഒക്കെ വന്നിട്ടുണ്ട്. അല്ല, സാർ ഇവിടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഈ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് സാറ് മനസ്സിലായില്ല. അപ്പൊ സാറിന്റെ നമുക്ക് ഫസ്റ്റ് ചോദിക്കാം, ഇവിടെ प्लान किया हर वेडिंग एनिवर्सरी, सो हम लोग परचेस करके ज्यादा परचेस करेंगे फ्रॉम अजमेर, बट सैडली you said only wholesale no retail. അത് മാത്രം കുറച്ച് നമുക്ക് ഇതായി പോയി. അതെ, ആ പ്രേക്ഷകരെ നമുക്ക് പറയാം ഇത് മെയിൻ ആയിട്ട് ഹോൾസെയിൽ ഷോപ്പാണ്, റീറ്റെയിൽ ഇല്ല. അതെ, ഇപ്പൊ നമ്മ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു 5-6 പീസ്, ഒരാൾക്ക് ഒരു 5, എനിക്കൊരു 5 മിനിമം ഒരു 5 പീസ് വെച്ച് എടുക്കാന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പറയണത് റീറ്റെയിൽ ആയിട്ട് അങ്ങനെ കിട്ടുമൊന്നുമില്ല, എന്തായാലും ഹോൾസെയിൽ ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ബൾക്ക് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അങ്ങനെ പറയുമ്പോൾ എനിക്ക് നല്ല ഒരു അറ്റ് ദ സെയിം ടൈം ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ്. ബിക്കോസ് നമ്മൾ വുമൻസ് ഒക്കെ കുറെ ആൾക്കാർ ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ആഗ്രഹത്തിലൊക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് സാർ പറയണത്. എല്ലാ വുമൻസും ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ ബിസിനസ് ചെയ്യണമെന്നുള്ളവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്നാ പറയണേ. ലൈക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ലൈക്ക് നിയർലി 25,000 30,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ സ്റ്റോക്ക് ഇട്ട് കൊടുക്കും. ദേ ക്യാൻ ഡു ദെയർ ഓൺ ബിസിനസ്. അപ്പൊ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ ഞാൻ തന്നെ ഇത് സംസാരിക്കാന്ന് വിചാരിച്ചു, കാരണം എനിക്കൊന്നും ഹിന്ദി അറിയില്ലല്ലോ. ആക്ച്വലി എനിക്ക് വലിയ ഹിന്ദിയിൽ പിടിയില്ല. പക്ഷെ അജയ് സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇത്ര വലിയൊരു ടെക്സ്റ്റൈൽസിന്റെ ഓണറാന്നുള്ള ഒരു ജാടയില്ലാണ്ട് ഭയങ്കര വളരെ സിമ്പിൾ ആയിട്ടുള്ളത് അതെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഞാൻ വന്നത് ഇവരെ ഈ ടെക്സ്റ്റൈൽസ് എല്ലാം കാണിച്ച് ഇവർക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കൂടെയാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ, റീറ്റെയിൽ ഇല്ലത്. ഇത് കേട്ടപ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പിയായി. നമുക്കിപ്പോ സാറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം, കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം വെച്ചിട്ട് എല്ലായിടത്തും ഓഡിയൻസും കാര്യങ്ങളും ഫുൾ ആഡ്സും എല്ലാം കൊടുത്തിട്ട് എന്തുകൊണ്ട് റീറ്റെയിൽ ഇല്ല, ഹോൾസെയിൽ മാത്രമാക്കി കളയാൻ കാരണം എന്താന്ന് ചോദിക്കാം. സാർ एक्चुअली आप लोगों ने क्या बोला मुझे कुछ समझ में नहीं आया, लेकिन वो मेरा बंदा आके मेरे को बोलता है सब बिग बॉस वाले हैं, बिग बॉस वाले हैं। बिग बॉस में काम किया है ഞാൻ സീസൺ 1 में. अच्छा, सीजन मलयालम के बिग बॉस वाले साड़ी परचेज करने के लिए आए हैं. मैं बोला यार बिग बॉस वाले आए हैं तो दे देंगे, लेकिन हम होलसेल डील करते हैं, B2B डील करते हैं, सिंगल पीसेस नहीं देते हैं. एक्चुअली सूरत में एक सिस्टम है कि यहाँ पे सिर्फ बल्क डीलिंग होती है. बल्क डीलिंग होलसेल और डीलर यही सबको दिया जाता है. लेकिन हम लोगों ने एक स्टार्ट किया कि अगर कोई रिटेलर भी अगर है ना जो बिजनेस करना चाहता है या ऑलरेडी बिजनेस कर रहा है, रिटेल बिजनेस कर रहा है, तो हम उसको भी डील करेंगे. सिंगल पीस हमारे यहाँ से पॉसिबल नहीं है, क्योंकि हम लोग बल्क प्रोडक्शन आता है. കാരണം ഇത്ര വലിയൊരു പ്രൊഡക്ഷനില് സിംഗിൾ പീസ് വാങ്ങിക്കാൻ വേണ്ടി കസ്റ്റമറെ എപ്പോഴും കയറ്റി ഇറക്കല് അത് നടപടിയാണ് കേസില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയധികം യൂണിറ്റുകളും അത്രയധികം സ്റ്റാഫുകളും ഒക്കെ ഉള്ളതാണ്.
അപ്പൊ അതുകൊണ്ടിട്ടാണ് സാറ് ഈ ഹോൾസെയിൽ മാത്രമാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഈ ഹോൾസെയിൽ ബാക്കിൽ സാറ് കുറച്ച് വേറെ കുറെ നല്ല നല്ല ലക്ഷ്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് പറയാം, എനിക്ക് ശരിക്കും ഹിന്ദി അറിയാം. हाँ, लेडीज के लिए भी अगर है, आप जैसे अगर बिजनेस करना, जैसे आप तो बिग बॉस से हैं तो मैं आप लोगों को मना नहीं करूंगा, आप लेके हम देंगे आपको, कोई इश्यू नहीं है. सिंगल पीस भी आपको चाहिए तो हम एडजस्ट करेंगे. ബിഗ് ബോസിൽ നിന്ന് ആയതുകൊണ്ട് നിങ്ങൾക്ക് സിംഗിൾ പീസ് തരാം. നമ്മൾ ഇവിടെ ഒന്ന് കുറച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഒരു സിംഗിൾ പീസ് ഒക്കെ തരാന്നാണ് പറയണത്. പക്ഷെ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കണുണ്ടോ. बट व्यूवर्स को मैं बोलना चाहता हूँ कि हम लोग बल्क डीलिंग करते हैं ओनली. लेकिन अगर आप बिजनेस करना चाहते हैं, आप मैम आप तो खैर सेलिब्रिटी हैं, आप लोग तो बिग बॉस में आए हैं, लेकिन अगर कोई बिजनेस करना चाहती है लेडीज अपने घर से, तो वो 25,000, 30,000 और 50,000 के अंदर वो बिजनेस स्टार्ट कर सकती है. हम उनको वही प्राइस देते हैं, सेम प्राइस जो हम कालीकट या कोची के अंदर जो हमारा एक होलसेलर है जो 1 करोड़ रुपए का कपड़ा परचेज करता है ना, उसको जो प्राइस हम देते हैं वही प्राइस हम कोई नया बिजनेस स्टार्ट करना चाहता है तो उसके लिए भी वही प्राइस है. ഇപ്പോ ഒരു കാലിക്കറ്റിൽ നിന്ന് ഒരാൾ ഇവിടുത്തെ സ്ഥിര ആൾക്കാർ വന്നിട്ട് ഹോൾസെയിൽ ടീം വന്നിട്ട് എടുക്കൂല ഇവരെ കയ്യിൽ നിന്ന്. അവരെടുക്കുന്നത് ബൾക്കായിരിക്കും ഡീലേഴ്സ്, 1 കോടി പർച്ചേസ് ചെയ്ത് പോകും. അവർക്കൊരു റേറ്റിംഗ് വെച്ചിട്ടുണ്ടാവൂലേ, അത് തന്നെ ആയിരിക്കും ഈ 25,000 റുപ്പീസ് ആയിട്ട് വരുന്ന വുമൻസിനും അവര് കൊടുക്കും. അതായത് നമ്മള് ഹൗസ് വൈഫ് ആയിട്ടൊക്കെ വീട്ടിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര ബിസിനസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അജയ് സാർ ഇപ്പൊ പറഞ്ഞത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടിക്കണക്കിന് രൂപയുടെ പർച്ചേസ് നമ്മുടെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും പല കേരളത്തിൽ പല ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്ന് ചെയ്യാറുണ്ട്. അവർക്ക് കൊടുക്കുന്ന ആ ഒരു സെയിം റേറ്റിൽ തന്നെയാണ് സാറ് ഇവിടെ ഈ 25,000 രൂപ 50,000 രൂപ വന്ന് പർച്ചേസ് ചെയ്യണമായിരിക്കും കൊടുക്കണം എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ലേഡീസുകൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സ് തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, നമ്മുടെ കമന്റ്സ് DMs വരാണ്, വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാമാണോ? ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അത് മാത്രമല്ല, ഞാൻ ടെക്സ്റ്റൈൽ ഓൺലൈൻ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോ തന്നെ എന്തോരം എനിക്ക് മെസ്സേജുകൾ വരുമെന്നറിയോ, ഇത് എവിടെ നിന്നാണ് ഹോൾസെയിൽ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. The thing is we don't get time. Business. Yes. Okay, no problem. लेकिन कोई भी बिजनेस करना चाहता है तो वो कर सकता है. हाउस वाइफ ही नहीं, अगर कोई जॉब कर रहा है कहीं तो वो भी अपने एक्स्ट्रा टाइम के अंदर इस बिजनेस को साइड बिजनेस के रूप में कर सकते हैं. बहुत मिनिमल अमाउंट है, ओनली 25,000, 30,000 और 50,000 और मोर देन 1 लाख 2 lakhs, जितना भी आप लगाना चाहते हैं. 1 लाख ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. आजकल तो एक आईफोन खरीद लेते हैं 1 लाख रुपए का सब लोग. तो क्या एक क्योंकि देखिए जॉब जो होता है ना, नौकरी जो होती है ना, वो उससे कुछ भी नहीं बदलेगा, आपकी जिंदगी नहीं बदल सकती है. नौकरी होती है. आप नौकरी कर रहे हैं, जॉब कर रहे हैं, तो आपका बच्चा जब स्टार्ट करेगा तो वापस उसको 0 से स्टार्ट करना पड़ेगा. आपकी चेयर पे वो बॉस आपका नहीं बैठने देगा उसको, वो बॉस का बेटा बैठेगा वहां पे, है ना. तो लेकिन अगर आप बिजनेस कर रहे हैं तो आप जब रिटायर होते हैं तो आपका बच्चा उस बिजनेस को कंटिन्यू कर सकता है. तो बिजनेस जो है आपका जिंदगी बदलने के लिए सबसे बेस्ट तरीका है. हमेशा बोलेंगे, मैं ऑलवेज YouTube पे फोकस करेंगे. आई लव YouTube व्लॉग्स दैट वो हमेशा मेरे साथ बोलेंगे यस. लेकिन सब YouTube नहीं कर सकता है, सब लोग तो नहीं कर सकता है ना. तो कुछ ऐसा एक प्लेटफॉर्म चाहिए जिसपे आप बिजनेस से अपने आप को कनेक्ट कर सको. तो अजमेरा फैशन एक ऐसा प्लेटफॉर्म देता है आपको जहां से आप अपने बिजनेस को कनेक्ट कर सकते हैं छोटे से रूप में 25,000, 30,000, 50,000 कितनी कोई बड़ी बात नहीं है. इतने का तो मोबाइल आजकल ले ചെറിയ എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. ഗോഡ് നോസ് എവിടെ റീച്ച് ആവുന്ന. അതെ, നമ്മളിപ്പോ ഓൺലൈനാണല്ലോ, മെയിൻ ആയിട്ട് ഓൺലൈനാണ് എല്ലാവരും ചെയ്യാറ്. അപ്പൊ ഈ ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 1 lakh rupees ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്ത് നമുക്ക് ഓൺലൈനിൽ സെല് ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്നുണ്ടെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ
ഒരു ഓൾറെഡി ഒരു ജോബുള്ള ആളാണെങ്കിലും ഓരോരുത്തർക്ക് പാഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഓൺലൈൻ ബൊട്ടീക്ക് തുടങ്ങിയാൽ കൊള്ളായിരിക്കും. പക്ഷെ ബൊട്ടീക്ക് എന്ന് പറയുമ്പോൾ അവിടെ അവിടുത്തെ നമുക്കൊരു ഷോപ്പ് എടുക്കണം, പിന്നെ അവിടുത്തെ എക്സ്ട്രാ അങ്ങനെ അല്ലാതെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചെറിയ പൈസയിൽ നമുക്ക് ഇതിൽ തുടങ്ങാം. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് സാറ് പറഞ്ഞപ്പോഴാണ് അതിനുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മനസ്സിലായത്. അപ്പൊ അതുപോലെ നമുക്ക് ജോബ് ഉണ്ടെങ്കിൽ ഒരു സൈഡ് ജോബ് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇൻഷാള്ള കൂടി നമുക്ക് വേണമെങ്കിൽ ഭാവിയിലേക്ക് ഒരു ബൊട്ടീക്ക് ഇടാം. അതന്നെ ഞങ്ങൾ ഇവിടെ വിചാരിക്കുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ ഇപ്പൊ കുറെ നല്ല സംഭവങ്ങളാണെന്ന് ഞങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ട് ഞാനും പക്ഷെ കൂടി ചിന്തിക്കണായിരുന്നു അതൊന്ന് സ്റ്റാർട്ട് ചെയ്താലാണ്. ऑनलाइन करना चाहते हैं आप, ऑनलाइन भी मंगवा सकते हैं. ऑलरेडी हम लोगों को ऑनलाइन है. हाँ, तो व्यूअर्स भी अगर ऑनलाइन बिजनेस करना चाहते हैं तो भी हम परमिशन देते हैं. आप अमेजोन पे सेल कर सकते हो, फ्लिपकार्ट पे कर सकते हो, मिंत्रा पे कर सकते हो. हम एनओसी देते हैं साथ में, पीडीएफ बना के देते हैं, मॉडल शूट का पीडीएफ बना के इमेजेस प्रोवाइड करवाते हैं आपको. अगर आप मंगवाना चाहते हैं तो वैसे भी मंगवा सकते हैं, नो प्रॉब्लम. അവരെല്ലാം സെറ്റ് ചെയ്ത് തരും, നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും, അങ്ങനെ എല്ലാം സെറ്റ് ആക്കി തരും എന്ന് പറഞ്ഞത്. ഓക്കെ, നൈസ്, അടിപൊളി. ഗൈസ്, അപ്പൊ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ കുറെ ഇങ്ങനെ എന്തുകൊണ്ട് സാർ റീറ്റെയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതെ. അപ്പൊ അജയ് സാർ എന്ന് പറഞ്ഞ് പേടിക്കണ്ട, അടുത്ത് തന്നെ കേരളത്തില് മിക്ക ഡിസ്ട്രിക്റ്റുകളിലും റീറ്റെയിൽ ഫ്രാഞ്ചൈസികൾ വരാൻ പോകുന്നുണ്ട്. അത് നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ്. കാരണം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്കും ഈ ഐറ്റംസ് ഒക്കെ കുറച്ച് വില കുറച്ച് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ തുടങ്ങി പോലെ വരട്ടെ അല്ലെ? എത്ര പെട്ടെന്ന്. അപ്പൊ സാർ ഓൾ ദി ബെസ്റ്റ്. Thank you sir, thank you very much. We have to see something. अरे ഞങ്ങൾ 100% हम बेचते हैं आपके साथ में. हमारा जो बच्चा मलयालम रवि മലയാളി ഒരാൾ കൂടി ഉണ്ട് ട്ടോ. हरी मलयालम जानता है, इसको मलयालम ഹരി लैंग्वेज. എവിടെയാണ് സ്ഥലം? പന്തളം അല്ലേ? ഓക്കെ. അപ്പൊ പന്തളത്തുള്ളതാണ് ഹരി. അപ്പൊ ഹരി നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാന്ന് പറയണത് നിങ്ങൾക്ക് കാണാം. Sure. Thank you sir. Thank you man, thank you very much. बहुत अच्छा लगा मुझे आप लोगों के साथ मिलके. हिंदी में मैं बोल रहा हूँ, मुझे मलयालम नहीं आता है. Thank you very much. വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. Thank you very much. സോ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ലെഹങ്ക കളക്ഷൻ നോക്കാം. ഇപ്പൊ ലെഹങ്ക കളക്ഷന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര അറിയോ? 600 റുപ്പീസ്. ഞാൻ എന്റെ ചെവി കൊണ്ട് ഇതുവരെ 600 റുപ്പീസ് ലെഹങ്ക കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കിട്ടും. എനിക്ക് ആദ്യം തന്നെ വന്നപ്പോ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഒള്ളി ആയിട്ടുണ്ട്, ലൈക്ക് റോയൽ അടിപൊളി ആയിട്ടുണ്ട്. 600 രൂപക്ക് സ്റ്റാർട്ടിംഗ് അല്ലേ? ഇപ്പോഴൊക്കെ മാരേജ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഇതൊക്കെ ഇടായിരുന്നു. എന്റെ ലെഹങ്ക വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് എന്ത് ഹെവിയാണ്. എനിക്ക് പക്ഷെ അത് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ നമ്മളൊരു ഷോപ്പില് റീറ്റെയിൽ ഷോപ്പിൽ ചെന്ന് കയറി ആവുമ്പളേ 50,000, 1 ലക്ഷം, 1.5 ലക്ഷം. ഏറ്റവും കുറഞ്ഞ 15,000 രൂപ ഏറ്റവും കുറഞ്ഞെങ്കിലും കൊടുക്കാം നമ്മൾ. അതെ, എടുത്ത് പിടിച്ചെങ്കിൽ ഇതൊക്കെ പിടിച്ച് പൊക്കാൻ തന്നെ പറ്റുമോ? കാണിച്ച് ഇതില്ല, 1 ലക്ഷം ഇല്ലട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ഹെവി. അത് നേരിട്ട് കാണാൻ ഭയങ്കര രസമുണ്ട്. ക്യാമറ കാണുമ്പോൾ കുറച്ച് കളർ ഡിമ്മാണ്. ഒരു റിച്ച് ലുക്ക് ആയിരിക്കും മാരേജിനൊക്കെ. വേറെ കളർ കാണിച്ച പിങ്ക് കളർ. ഞാൻ പിങ്ക് എടുത്ത് നോക്കിയായിരുന്നു. ഇതിലും വർക്ക് അല്ല, വർക്ക് ഹെവി, അടിപൊളി. വെറൈറ്റി കളേഴ്സ് എല്ലാരും ആഗ്രഹിക്കുന്നു. സിംഗിൾ പീസും കിട്ടുന്നു. ഹെവി ആയിട്ട് ഞാൻ തിരിച്ചു നോക്കാനാണ് പാട്. ഇവിടെ നോക്കിയാൽ കളർഫുൾ ആയിട്ട്. ഇവിടെ ശരിക്കും കസ്റ്റമർ വന്നിരുന്ന് അവരെ കാണിച്ചു കൊടുക്കണ ഈ ഒരു സെക്ഷനാണ്. ബനാറസിന്റെ മേളില മൊത്തം ഇല്ല. ബനാറസ് അല്ലേ? ബനാറസി. ബനാറസി. ആ കളേഴ്സ് ഉണ്ട്, കളേഴ്സ് അവൈലബിൾ. ഭയങ്കര റോയൽ ടച്ച് ആണ്. ബ്രൈഡൽ ലെഹങ്കാസ്.
See, ഒരു different colours ഉണ്ട്. ഇതിന് ഇതിന്റെ അടിയിലൊക്കെ ഹെവി ഹെവി കളക്ഷൻസ് ഉണ്ട്. പീച്ച് കളറിലാണ് ഇതിന്റെ കട്ടിങ് നോക്കിയാ താഴെ അടിയിൽ ഇങ്ങനെ ലവ് ഇറ്റ് ഇത് പിന്നെ മറ്റേ അടിപൊളി. എടുത്തല്ല നേരത്തെ കസ്റ്റമർ ഇവിടെ നിന്ന് എണിക്കാത്തത്. ഇതൊക്കെ ഇരിക്കും നോക്കിക്കൊണ്ട് പോയത്. എല്ലാ ടൈപ്പ് ലെഹങ്കാസ് വരുന്നു. എനിക്ക് ഈ ഒരു ടച്ചാണ് സോനു മറ്റേതിനേക്കാൾ ഇഷ്ടപ്പെട്ട്. ഇവിടെ ഇട്ട് ടൈപ്പിനേക്കാൾ അവിടെ സ്റ്റോൺ വർക്ക്സ് ഇതും പിന്നെ അത് അവിടെ തമ്മിലിട്ട് ബിസിനസിന് വേണ്ടി ഏറ്റവും കൂടുതൽ മാർജിൻ വെച്ച് വിൽക്കുന്ന സാധനം ലെഹങ്ക. അതെ, ലെഹങ്ക ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ലെഹങ്കാസ്. ലെഹങ്ക ഒരു 1000 രൂപയുടെ ലെഹങ്കാസ് ഈസിലി 5000 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഹോൾസെയിലിന് എടുത്തിട്ട്. അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കണ നോക്കിയ കുറെ കളേഴ്സ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ല ഈ സ്നീക്കേഴ്സ്, ലെഹങ്കക്ക് പറ്റിയ സ്നീക്കേഴ്സ് കസ്റ്റം ചെയ്ത് കൊടുക്കും അല്ലെ. ഇത് ബോക്സിന്റെ കൂടെ തന്നെ, ഈ ബോക്സിന്റെ കൂടെ തന്നെ കിട്ടുന്ന ലെഹങ്ക. ഓ, ഈ ബോക്സിലധികം തന്നെ അല്ലേ. ആ, അടിപൊളി. കുട്ടികൾക്ക് ഹീൽസ് ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. അവർക്ക് വേണ്ടി സ്പെഷ്യൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സ്നീക്കേഴ്സ് അങ്ങനെ വെച്ചേക്കണം. അവരുടെ അതേ കളേഴ്സിനനുസരിച്ച് സ്നീക്കേഴ്സ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇത് മൊത്തം സെറ്റ് വൈസ് വരുന്നത്. ഇതുപോലത്തെ ബാഗിലാണ് പാക്ക് ചെയ്ത് തരുന്നത്. ഇത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റിലാക്കും. ഓക്കെ, ഇതിന്റെ അകത്ത് ഇത്രയും കളേഴ്സ് വരും അല്ലേ. ഇത് കളേഴ്സ് വരുന്നത്. ഇത് സൈഡർ ലെഹങ്കാസ് ഉണ്ട്. നൈസ്. അവിടെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് നിന്ന് നോക്കാന്ന് വിചാരിച്ചപ്പോ ഇവിടെ ആയിട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിയിൽ കിടക്കുന്നല്ല. കുറച്ചുകൂടെ പൊങ്ങിയിരിക്കുമ്പോ ഭംഗി കാണാൻ പറ്റും അല്ലേ. കുറച്ചുകൂടെ പൊക്കി വെച്ചാൽ അത്ര വേണ്ട. അടിഭാഗം കാണണം. സ്റ്റോൺ വർക്കിന്റെ ഏരിയയിലൊക്കെ വെൽവെറ്റിന്റെ ഇതിലുണ്ടോ ഇവിടെ റെഡ് കളറല്ല വെൽവെറ്റിന്റെ ആ സൈഡിലൊക്കെ നോക്കിയായിരുന്നല്ലേ. ഇതിന്റെ അപ്പുറ സൈഡിലൊക്കെ ഒരുപാടുണ്ട് കളക്ഷൻ. ഇതുണ്ടല്ലോ ഇവിടെയൊക്കെ ഒരുപാട് പല പല വെറൈറ്റീസ് അട്ടിയിട്ട് വെച്ചേക്കണം. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി കളറ്. ഈ മോഡലൊക്കെ വേറെ ടൈപ്പ് ഇങ്ങനത്തെ റെയർ അല്ലേ. ഇങ്ങനത്തെ ആരും എടുക്കും ആക്ച്വലി. ലെഹങ്ക എന്ന് പറയുമ്പോൾ ഈ ബ്രൗണില് വന്നതൊക്കെ ഈ കളേഴ്സ് നല്ല കളർ. ഇങ്ങനെ നമ്മ എപ്പോഴും ലെഹങ്കാസ് ഒരേ കളറിൽ നോക്കാതെ പല ഒരേ പാറ്റേൺ നോക്കാതെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വന്ന കളേഴ്സും ഡിസൈൻസ് ഒക്കെ നോക്കാം. ഈ ഒരു ടച്ചില് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം എടുത്തുണ്ട്, ഓർമ്മയുണ്ടോ? അതെ, ഒരു ഫംഗ്ഷൻ ബാംഗ്ലൂർ ഒരു ഫംഗ്ഷന്. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കൊള്ളാം. ഇതൊക്കെ നേരിട്ട് കാണുമ്പോ എനിക്ക് ക്യാമറയിൽ നേരി കാണുമ്പോഴത്തേക്കും ഭയങ്കര നേരിട്ട് നല്ല ഉണ്ട്. ഇതൊക്കെ അത് ഇതിലൊക്കെ വർക്ക് സ്റ്റോൺസിന്റെയും പേഴ്സിന്റെയും മറ്റേ എംബ്രോയിഡറി എല്ലാ വർക്കും തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട് കുറെ കളക്ഷൻസ്. മോളോട് ഇവിടെയൊക്കെ നോക്കി സ്റ്റോൺ. അതാ പറഞ്ഞ എനിക്ക് കൺഫ്യൂസ്. നല്ലൊരു ഒരു വാടാമല്ലി കളർ. ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഡിസൈൻസ് ഉണ്ട്, പാറ്റേൺസും ഉണ്ട്. റീറ്റെയിൽ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹോൾസെയിൽ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
ഹോൾസെയിൽ ആയിട്ട് എടുക്കാനാ എല്ലാവരും ആക്ച്വലി ഡ്രസ് എടുക്കുന്നത് ഹോൾസെയിൽ ഹോൾസെയിൽ ഒരു 5 എനിക്കൊരു 5 കൊടുത്തപ്പോൾ ഹോൾസെയിൽ ആയി 5 പീസ് 6 പീസ് വെച്ചല്ലേ കൊടുക്കണം ഹോൾസെയിൽ. ഇല്ല അജയ് സർ നമുക്ക് തരുന്നു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു നമ്മള് സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അല്ല ആക്ച്വലി പോയി അങ്ങോട്ടാ പോണത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇപ്പൊ അത്യാവശ്യം ലെങ്ത് ആയി വീഡിയോ. നമുക്ക് വേറെ നെക്സ്റ്റ് ഇനിയാണ് കിടക്കണത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കാം. കാണണം. അതെ അതെ. Because they have other collections like some. എന്തായാലും must ആയിട്ട് കാണണം നമുക്ക്. Okay? അപ്പോൾ എന്തായാലും you guys stay tuned. നമ്മൾ ഇപ്പൊ തന്നെ വരും അല്ലേ? അപ്പോ until then bye bye.